അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒടുവിൽ വരാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും ജോ ബൈഡൻ പിന്മാറിയിരിക്കുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡൻ വൈറ്റ് ഹൗസിൽ എത്തുമ്പോൾ ഒരു തരത്തിൽ അത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയായിരുന്നു. അന്ന് ബൈഡന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി മുന്നോട്ട് വെച്ച കാര്യം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്നത് മാത്രമായിരുന്നു. പക്ഷേ ഒരിക്കൽ കൂടി ട്രംപിനെതിരെ ഏറ്റുമുട്ടാൻ എത്തുമ്പോൾ പഴയ ദൃഢനിശ്ചയം ബൈഡന് നഷ്ടപ്പെട്ടു. ട്രംപിനെതിരെയുള്ള ആദ്യ വാഗ്വാദത്തിൽ തന്നെ ബൈഡന് അടിപതറുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത്. പ്രായാധിക്യവും രോഗവും ബാധിച്ച ശരീരവും മനസ്സും നിലവിലെ പ്രസിഡന്റിനെ വല്ലാതെ തളർത്തി. കൂടാതെ സ്വന്തം പാർട്ടിയിൽ നിന്ന് വരെ വിമർശനങ്ങളും ഉയർന്നു. അങ്ങനെ ഒടുവിൽ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പിന്മാറിയിരിക്കുകയാണ് ജോ ബൈഡൻ. രാജ്യത്തിന്റെയും പാർട്ടിയുടെയും നല്ലതിനായി മത്സരത്തിൽ നിന്ന് പിന്മാറുന്നുവെന്നാണ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ജോ ബൈഡൻ വ്യക്തമാക്കിയത്. US തെരഞ്ഞെടുപ്പിന് 4 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ബൈഡന്റെ ഈ പിന്മാറ്റം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ബൈഡൻ പറഞ്ഞ വാക്കുകൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനുമുള്ള ഒരു പാലം എന്ന നിലയ്ക്കാണ് ഞാൻ എന്നെ കാണുന്നത്, മറ്റൊന്നുമായിട്ടല്ല എന്നായിരുന്നു. കൂടാതെ കമലാ ഹാരിസ് അടക്കമുള്ള നേതാക്കളെ ചൂണ്ടി ഇവരാണ് രാജ്യത്തിന്റെ ഭാവി എന്നുകൂടി ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നതും. തനിക്ക് പകരം കമലാ ഹാരിസിന്റെ പേര് നിർദ്ദേശിച്ചാണ് ബൈഡൻ ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ കമലയെ പിന്തുണയ്ക്കണമെന്നും ബൈഡൻ ഡെമോക്രാറ്റുകളോട് ആവശ്യപ്പെട്ടു. ബൈഡന്റെ ആരോഗ്യം സംബന്ധിച്ച സംശയങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്ന് തുടങ്ങിയിരുന്നെങ്കിലും ഇപ്പോഴത്തെ പിന്മാറ്റം അനിവാര്യമാക്കിയത് ബൈഡനും ട്രംപും തമ്മിൽ ജൂൺ 29 അറ്റ്ലാന്റയിൽ വെച്ച് നടന്ന സംവാദമായിരുന്നു. വാദപ്രതിവാദങ്ങളുമായി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ ചൂടുപിടിപ്പിക്കുന്ന സംവാദ വേദിയാണ് ഒരു തരത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എപ്പോഴും നിർണായകമാകുന്നത്. പക്ഷേ ആ പോരാട്ടത്തിൽ ദയനീയമായിരുന്നു ബൈഡന്റെ പ്രകടനം. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള സംവാദത്തിൽ സ്കോർ ചെയ്തത് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു. അതേസമയം കൃത്യമായ മറുപടികളില്ലാതെ പതറുന്ന ബൈഡനെയായിരുന്നു എല്ലാവരും കണ്ടത്. സംവാദത്തിന് പിന്നാലെ ബൈഡൻ മത്സരിക്കുന്നതിലുള്ള അസ്വസ്ഥത പാർട്ടിക്കുള്ളിൽ തന്നെ പ്രകടമായി. ഡെമോക്രാറ്റിക് പാർലമെന്റ് അംഗം ലോയിഡ് ഡോഗറ്റ് ബൈഡൻ പിന്മാറണമെന്ന് പരസ്യമായി തന്നെ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു. ബൈഡന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ട്രംപ് വരെ സംവാദവേദിയിൽ എടുത്തിട്ടു. ബൈഡന് വിശ്രമിക്കാനുള്ള സമയമായെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. അങ്ങനെ സംവാദവേദിയിൽ ട്രംപ് കളം പിടിച്ചതോടെ കാര്യങ്ങൾ പൂർണ്ണമായും ബൈഡനെതിരായി. പാർട്ടിക്കുള്ളിൽ ശക്തമായ എതിർപ്പ് ഉയർന്നു വരാൻ തുടങ്ങി. എന്നാൽ സംവാദത്തിന് പിന്നാലെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ജോ ബൈഡൻ നിഷേധിക്കുകയാണ് ചെയ്തത്. മത്സര രംഗത്തു നിന്ന് പിന്മാറണമെന്ന ആവശ്യവും അദ്ദേഹം അന്ന് തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. ദൈവത്തിന് മാത്രമേ തന്നെ മത്സരത്തിൽ നിന്ന് പിന്മാറ്റാനാകൂ എന്നായിരുന്നു ബൈഡൻ അന്ന് പറഞ്ഞത്. പക്ഷേ വിവാദങ്ങളും വിമർശനങ്ങളും ബൈഡനെ വിടാതെ പിന്തുടർന്നു. നാറ്റോ ഉച്ചകോടിക്ക് ശേഷമുള്ള പത്രസമ്മേളനത്തിലെ നാക്കുപിഴയും ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമർ സെലൻസ്കിയെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ എന്ന് വിളിച്ചതുമെല്ലാം ബൈഡനെ കൂടുതൽ പരിങ്ങലിലാക്കി. തൊട്ടു പിന്നാലെ കോവിഡും കൂടി അദ്ദേഹത്തെ പിടികൂടിയതോടെ നില ആകെ തളർത്തി. കൂടാതെ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയും സ്പീക്കർ നാൻസി പെലോസിയും ബൈഡന്റെ വിജയത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. വിജയത്തിലേക്കുള്ള ബൈഡന്റെ പാത അത്യന്തം ചുരുങ്ങിപ്പോയെന്നാണ് താൻ കരുതുന്നുവെന്ന് ഒബാമ പറഞ്ഞതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ബൈഡൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറാത്ത പക്ഷം പാർട്ടി പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തോട് നാൻസി പെലോസി ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞുവെന്ന് വാർത്താ ഏജൻസിയായ AP-യും റിപ്പോർട്ട് ചെയ്തു. പിന്നാലെയാണ് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള ബൈഡന്റെ പിന്മാറ്റം. പാർട്ടിയുടെയും രാജ്യത്തിന്റെ താൽപര്യം മുൻനിർത്തിയാണ് തന്റെ തീരുമാനമെന്നാണ് ബൈഡൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമലാ ഹാരിസിനെ ജോ ബൈഡൻ നിർദ്ദേശിച്ചു. കമലയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായി അദ്ദേഹം എക്സിൽ കുറിച്ചു. ഒന്നിച്ചു നിന്ന് ട്രംപിനെ തോൽപ്പിക്കണമെന്നും ഡെമോക്രാറ്റിക് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കമലാ ഹാരിസിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു ബൈഡന്റെ ട്വീറ്റ്. അതേസമയം കമലാ ഹാരിസ് മത്സര രംഗത്തേക്ക് എത്തിയതോടെ US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി ഒരു ഇന്ത്യൻ വംശജ മത്സരിക്കുന്നതിനും കൂടിയാണ് കളമൊരുങ്ങിയിരിക്കുന്നത്.